ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോയും വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്ത്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മളിപ്പോൾ ഉള്ളത് CRPF ക്യാമ്പിലാണ്, അതും ഉത്തരാഖണ്ഡിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതാണ്ട് അവൻ്റെ റൂമും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടെയാണ് താമസിച്ചത്. പിന്നെ ഞങ്ങൾ ഇന്നലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാ. അടിപൊളിയായിരുന്നു. കാരണം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ നിങ്ങളൊന്ന് കണ്ടിട്ട് വേട്ടാ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ CRPF ക്യാമ്പിലാണ്ടുള്ളത്. അപ്പോൾ അവിടെ ട്രെയിനിങ് കാര്യങ്ങളാണ്, അതായത് കരാട്ടെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സാർ അപ്പോൾ ഞാൻ മഹേന്ദ്ര ഓക്കെ ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മളാ പറഞ്ഞ വീഡിയോയും കാര്യങ്ങളൊക്കെ ഹായ്. അപ്പോൾ ഇവരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ ജസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണേട്ടാ. കരാട്ടയാണ്. നമ്മളെ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോണേട്ടാ. അപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കണേട്ടാ. അപ്പോൾ നമ്മൾ വേറൊരു ചേട്ടൻ വരും. അപ്പോൾ ആരെങ്കിലും ഞാൻ പരിചയപ്പെടുത്തരാൻ പറ്റാൻ നോക്കട്ടെ ബ്രോ. അപ്പോൾ നമ്മൾ ഇറങ്ങണേട്ടാ. അപ്പോൾ എന്തായാലും അണ്ടേനും എല്ലാത്തിനും നന്ദി കേട്ടാ. ഓക്കെ, എന്തായാലും ഓക്കെ. അപ്പോൾ ആളും ഡ്യൂട്ടിയിൽ പോകാൻ വേണ്ടി എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വിളിച്ച് നിർത്തിയതാണ്, വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ കിടന്നേച്ച റൂം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, സോപ്പ് കാര്യങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. കുറച്ചുണ്ടായിരുന്നു, ഞാൻ 2-3 എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് അത്യം വേണ്ട. പിന്നെ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാം സൈക്കിളിലാണ്ടാ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാട്ടാ. അല്ലെങ്കിൽ നമ്മുടെ സനലേട്ടനും കൂടെ ഉണ്ട്, ആ പുള്ളീനെ പരിചയപ്പെടുത്തരാം. പിന്നെ വേറൊരു ചേട്ടനുണ്ട്, നിതീഷ് ചേട്ടൻ, പുള്ളി ഡ്യൂട്ടിക്ക് പോയേക്കണെന്ന് തോന്നട്ടാ. പിന്നെ ഒരാളെയും കൂടെ കണ്ട്, ഹാഷിമിക്ക. പുള്ളി എനിക്ക് തോന്നുന്നത് പുള്ളി എന്നെ ആകെ ഒരു പ്രാവശ്യം വന്ന് കണ്ടിട്ടുള്ളൂ. എന്നാലും പുള്ളി ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും വിളിച്ച് പറഞ്ഞേക്കാട്ടാ. നമ്മളെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പോൾ നമ്മുടെ സനലേട്ടനുണ്ട്. സനലേട്ടാ എങ്ങനെയാട്ടാ? ഭയങ്കര സന്തോഷം. എന്തായാലും ഒരുപാട് നന്ദി കേട്ടാ. എന്തൊക്കെയായാലും അപ്പോൾ എന്തായാലും എവിടെയെങ്കിലൊക്കെ വെച്ചാണ് ഞാൻ എന്തായാലും വിളിക്കാം. എന്തായാലും കേട്ടാ, നാട്ടിലൊക്കെ വരുമ്പോൾ വിളിക്കേട്ടാ നിങ്ങൾ. ആളെ ഞാനുണ്ടാവില്ല, അടുത്ത ലീവിന് എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, എന്തായാലും സന്തോഷം. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ അവരെ കാണാൻ പറ്റിയാൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മളാ വലിയ രീതിയിലാണ് അവർ നമ്മളെ നമ്മളാ ഇതാക്കിയത്. അപ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ്. കുറേ സാധനങ്ങൾ തന്നു വിട്ടേട്ടാ. പാവം സനലേട്ട കണ്ടില്ലേ, ഈ ഒരു സഞ്ചി ഫുള്ള് സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞത് എത്രയൊന്നും വേണ്ട, പാവം കുറേ സാധനങ്ങൾ തന്നു വിട്ട്. കാരണം നമുക്ക് ഒന്നാമത്തെ കേസ് ക്യാരി ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യണ സാധനങ്ങളാണ്ട. അപ്പോൾ ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ തീരും. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കില്ല, അതേപോലത്തെ സാധനങ്ങളൊക്കെ വേണ്ട. അപ്പോൾ അതും പുള്ളി തന്നെയായിട്ട് നമുക്ക് മേടിച്ചു തന്നെ. അപ്പോൾ ഇപ്പോൾ സനലേട്ടനാണെങ്കിലും നമ്മുടെ നിതീഷേട്ടനാണെങ്കിലും ഇപ്പോൾ അജി ബ്രോ ആണെങ്കിലും പിന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്ത്. എത്ര പറഞ്ഞാലും അവരോട് ഒരു നന്ദി മറക്കൂല. അപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയേട്ടാ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നേരെ ബൻബസ പോണ റൂട്ടിലാണ്, കട്ടിമ ബൻബസ. അങ്ങനെയാണ് നമ്മൾ പോണേട്ടാ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. വല്ല അടിപൊളി കാഴ്ചകൾ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നേട്ടാ. മഞ്ഞൊഴിയിൽ ഇവിടെയൊക്കെ എന്തോ കൃഷിയൊക്കെ എന്തോ ചെയ്യാൻ വേണ്ടി പാടം നികത്തി വെച്ചേക്കണേട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്തോ കൃഷി കാര്യങ്ങൾ നെല്ലാണോ എന്നറിയില്ല കേട്ടാ. എന്തോ ഒരു കൃഷിയുടെ ഇത് ചെയ്തിട്ടുണ്ട് അവർ. നമ്മളെ പോണ റൂട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ ഒരു ചെറിയൊരു ഇറക്കം പോലത്തെ റൂട്ടാണ്. നമുക്ക് വലിയ എന്താ പറയുക, അല്ല ചെറിയ ഇറക്കമല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള റൂട്ടാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചവിട്ടി പോവാട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ എന്തോ കൃഷി ഉണ്ട്. നെല്ലിൻ്റെ ഇതാക്കിയാണ് അവർ. 6 മാസം കൂടുമ്പോൾ കൃഷി മാറും കേട്ടോ. ചിലപ്പോൾ 6 മാസം നെല്ലായിരിക്കും. അപ്പോൾ അടുത്ത 6 മാസം ആകുമ്പോൾ ഇവർ സബ്ജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും കേട്ടോ. അതായത് എന്തെങ്കിലും പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുണ്ടാ. പിന്നെ ഇവിടെ എല്ലായിടത്തും കല്യാണം ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് ഇവിടെ എല്ലായിടത്തും കല്യാണമുണ്ട്. നമ്മൾ വന്ന വഴിക്കൊക്കെ മിക്കയിടത്തും കണ്ടേട്ടാ.
പിന്നെ അതുപോലെ ഞാൻ പറയില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വന്ന വഴിക്ക് ഉത്തരാഖണ്ഡിലെ പല ഗ്രാമങ്ങളിലും 1-2 വീട്ടിൽ, അതായത് ഓരോ ഗ്രാമത്തിലും 1-2 വീട്ടിൽ വെച്ച് കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ശരിക്കും കഴിഞ്ഞ വർഷം ഇവർക്ക് കുറിച്ച് കൊടുത്ത തീയതി അയക്കും. കാരണം ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ആ തീയതിയിൽ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നല്ല കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ 1-2 വീടുകളിലൊക്കെ വെച്ച് നമ്മൾ കല്യാണങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ അത് അവരുടെ ഒരു വിശ്വാസമാണ്. ഞാൻ തന്നെ 2 കല്യാണത്തിന് പങ്കെടുത്തിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. കാരണം ഇവർ വലിയ ഇറച്ചി മീൻ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, എല്ലാം വെജിറ്റേറിയൻ ആണ്. എല്ലാ കല്യാണങ്ങളും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കൂടിയ കല്യാണങ്ങളൊക്കെ വെജ് ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ ആണ് റൂട്ട്. കുഴപ്പമില്ല, നല്ല പ്ലെയിൻ റോഡാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 90 കിലോമീറ്ററിന് അടുത്തുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ ബൻബസ, അതായത് കട്ടിമ ബൻബസ പോണ റൂട്ടാണ് കേട്ടോ. അതായത് നമ്മൾ നേരെ നേപ്പാളിലേക്ക് പോകണേണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ വെച്ച് 2 പേരെ കണ്ട. ഹായ്, आपका नाम क्या है ब्रो? सर पंकज. आपका नाम? गौरव. करो ओके. आप किधर का है? सर मैं हल्द्वानी का. अच्छा. किधर जाएगा इधर से? हम अभी जा रहे हैं सितारगंज मार्केट. अच्छा. ഓക്കെ. അപ്പോൾ നമ്മൾ പോകണ വഴിക്കാണ് ഇവരെ കണ്ടത്. കാരണം ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം അത്യാവശ്യം ലോങ് ഉണ്ട് ഈ ഒരു റൂട്ട്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ഇവരെ കണ്ടത്. അപ്പോൾ എന്തായാലും കണ്ടതിന് സന്തോഷം. അപ്പോൾ ഇവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നോട് പറഞ്ഞിട്ട്. അപ്പോൾ അത് സന്തോഷമുള്ള ഹായ്. ഓക്കെ. നമ്മളിപ്പോൾ വന്നേക്കണ റൂട്ട് അടിപൊളി റൂട്ടാണ് കേട്ടോ. കണ്ടില്ല, അപ്പുറമൊക്കെ കാടാണ്ട, ഫുള്ള് അടിപൊളിയാണ്ട. പിന്നെ അത്യാവശ്യം നല്ല തണൽ കാര്യങ്ങളുണ്ട്, വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓവറായിട്ടൊന്നും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ തണുപ്പ് ഉണ്ടെങ്കിലും വലിയ തണുപ്പില്ല, ചെറിയൊരു തണുപ്പാണ്. ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. രാത്രിയും അത്യാവശ്യം തണുപ്പുണ്ടെങ്കിലും ഒരുപാട് ഓവർ തണുപ്പൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടാ. ഒരുപാട് കയറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടാ. നമുക്ക് ഈ റൂട്ടിങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ആസ്വദിച്ചാണ് സൈക്കിൾ ഓട്ടി പോകണം. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ടായിട്ട് കണ്ടില്ലേ, മേളിങ്ങനെ മരമൊക്കെ ഇങ്ങനെ ഇരിക്കണോണ്ടേ ഫുള്ള് നല്ല കൂടി ഇങ്ങനോണ്ടേ വെയിലങ്ങനെ അടിക്കല്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിട്ടാ. ഇഷ്ടമാതിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇവിടെ, വലുതും ചെറുതും. വേറെ അങ്ങനെ മൃഗങ്ങളൊന്നും കണ്ടില്ല കേട്ടാ. പിന്നെ ചിലയിടത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പുലിയുടെ ലെപ്പേഡിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കരടിയുടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാവുമായിരിക്കണം, ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാവിലെ ടൈമിലൊന്നും ഇറങ്ങില്ല കേട്ടോ. രാത്രിയൊക്കെയാണ് പുലി കരടിയൊക്കെ ഇറങ്ങുമെന്നാണ് ഇവർ പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടാണ്. കാരണം മറ്റേത് ഫോറസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് അങ്ങ് പോകുന്നു. ഇവിടെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കടകളൊക്കെ ഉണ്ട് പല സ്ഥലത്തും. പിന്നെ ഏകദേശം 60 കിലോമീറ്ററുള്ളൂ കേട്ടോ ബൻബസ് എത്താൻ വേണ്ടി. അവിടെ നിന്നാണ് നമ്മുടെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും നമുക്ക് പോവാം. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തണുപ്പുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. അല്ല, കാരണം നമുക്ക് ജാക്കറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല, അത്രക്കുള്ള തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ രാത്രി തണുപ്പുണ്ടാവും അവിടെ നല്ലോണം. ശരിക്കും നമുക്ക് 2 റൂട്ടാണ് നേപ്പാളിലേക്ക്. ഒന്ന് കട്ടിമ വഴിയുണ്ട്, ഉത്തരാഖണ്ഡ് വഴിയാണെങ്കിൽ കട്ടിമ, ബൻബസ വഴിയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ബൻബസ വഴിയാണ് ഒന്നാമത്തെ റൂട്ട്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തോഡാഗഡ് വഴി ധാർചുല റൂട്ടാണ് കേട്ടോ. ശരിക്കും നമ്മൾ ആദ്യം ആ റൂട്ട് പോകാൻ വേണ്ടി ഇന്നേച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ നമ്മളോട് പറഞ്ഞ് ആ റൂട്ട് അവിടെ എന്തോ പരിപാടി ഇത് നടക്കണേണ്. അപ്പോൾ അത് കാരണം കട്ടിമ വഴി പോകണേക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എന്തോ പ്രശ്നങ്ങൾ പണി കിട്ടുമെന്നൊക്കെ അപ്പോൾ എന്തോ കേസ് പറഞ്ഞവർ നമ്മളോട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതാക്കിയത്. കാരണം പിത്തോഡാഗഡ് വഴി പോകണമെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. കുറച്ച് കയറ്റമാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടണ കാഴ്ച അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ റൂട്ട് മാറ്റി വെച്ചത്. പക്ഷേ ചില ആളുകൾ നമ്മളോട് പറഞ്ഞ് ആ റൂട്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളിനി അവിടം വരെ പോയിട്ട് പിന്നെ തിരിച്ച് റിട്ടേൺ കട്ടിമാലി ബൻബസയിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ കറങ്ങി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ റൂട്ട് ചൂസ് ചെയ്തത് കേട്ടോ. നമ്മളേ ഈ ഒരു പീനട്ട് ഇരിപ്പുണ്ടാവാം കേട്ടോ. നമ്മൾ സനലേട്ടൻ മേടിച്ചു തന്നേട്ട പാവം. അപ്പോൾ അത് കഴിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഉച്ചയായി. ഇപ്പം വേറെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കാം. മാഗി ഇരിപ്പുണ്ട്, പിന്നെ നമ്മൾ റൈസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. വലിയ വിശപ്പില്ല, കാരണം ഇത് തന്നെയാണ് നമ്മൾ കഴിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ കഴിച്ച് വിശപ്പ് അങ്ങനെ ഇല്ല. അപ്പോൾ ഇനി ഏകദേശം അധികം ദൂരമൊന്നുമില്ല നമ്മൾ ബൻബസ് എത്താൻ വേണ്ടി.
ഏകദേശം 54 കിലോമീറ്റർ എന്തോ ഉള്ളൂ. നമ്മളെന്തായാലും നല്ല റോഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എത്തുമെന്ന് തോന്നുന്നുണ്ടാ. ഇതാണ്ടോ റൂട്ട് തന്നെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചിട്ടിരിക്കണേട്ടാ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്കിത് കഴിച്ചിട്ടേ കുറച്ച് നേരം പയ്യെ റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ പോവാട്ടാ. നമ്മൾ 2 ദിവസം അങ്ങനെ സൈക്കിൾ കാര്യങ്ങളൊന്നും ചവിട്ടിയില്ല. അപ്പോൾ എന്തായാലും പയ്യെ പോവാട്ടാ. നമ്മളിപ്പോൾ കട്ടിമേലേക്ക് പോകണേട്ടാ. അതായത് ബൻബസ നമ്മൾ നേപ്പാളിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചപ്പോൾ അതിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെട്ടു. ഹായ്, आपका नाम क्या है ब्रो? My name is Anas. Anas. Oh, आप इधर का है ना? अच्छा. हाय ब्रो, आपका नाम? Danish. प्रॉपर हियर. ब्रो, आपका नाम? My name is Navdeep Singh. Oh, आप you are from? UP from Australia. Australia. Oh, settled you from Australia. Oh, how's the journey? Good bro, good. And yours? Yeah, also. Oh, how's bro? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ വന്നവയ്ക്ക് വരെ മീറ്റ് ചെയ്തേട്ടാ. അപ്പോൾ അവർ ഭയങ്കര നമ്മളോട് സംസാരിക്കുകയൊക്കെ ഭയങ്കര രീതിയിൽ ഹെൽപ്പും ചെയ്ത്. പിന്നെ അതേപോലെ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാ. ഓൾറെഡി നമ്മളൊരു ചായക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നായിട്ട് ഇങ്ങനെ വന്നാൽ അപ്പോൾ നേരെ ഈ റൂട്ടാണ് നമുക്ക് കട്ടിമ, ബൻബസ, അതേപോലെ നമ്മൾ നേപ്പാളിലേക്ക് എൻട്രി ചെയ്യണ റൂട്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം കിലോമീറ്റർ കുറച്ചുള്ളൂ, 40 കിലോമീറ്റർ അടുത്തുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ പയ്യെ റെസ്റ്റ് ചെയ്താണ്ട് പോകാം. ഓക്കെ, ഇവിടുന്ന് കട്ടിമേലേക്ക് ഏകദേശം 26 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെയാണ് പോകേണ്ട. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിത്തോളാഗഡ് വഴി പോണ റൂട്ടിലെ അവിടെ നമുക്ക് വേറെ എന്തോ ഒരു പെർമിറ്റിൻ്റെ എന്തോ കേസ് പറഞ്ഞായിരുന്നു എന്നോട് കുറച്ച് പേര്. ഇപ്പം വഴി വെച്ച് കുറച്ച് പേരെ കണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീഡിയോ എടുത്തില്ലേ, അപ്പോൾ അവർ പറഞ്ഞ കേട്ടോ. അതിലൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ എന്തോ കേസ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും എന്നോട് ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടോ. അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ കയറാൻ പറ്റില്ലെന്ന് വരും. അപ്പോൾ കട്ടിമ അത്യാവശ്യം, അതായത് ബൻബസ റൂട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതെന്ന് പറയട്ടെ. മറ്റേ റൂട്ട് അടിപൊളിയാണ്, പോകാനൊക്കെ അല്ല കയറി ഹിൽ സ്റ്റേഷൻ കയറി പോകാനുള്ള അടിപൊളി റൂട്ടാണെന്നാണ് കേട്ടിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ ഇവിടെയൊക്കെ കൃഷിയാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷിയാണ് കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ പലയിടത്തും നെല്ല്, ചിലവരൊക്കെ നെല്ല് ഒരു 6 മാസം, ഞാൻ പറഞ്ഞില്ലേ 6 മാസം ചിലപ്പോൾ നെല്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് 6 മാസം നെല്ലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സബ്ജിയൊക്കെ ഇവിടെ കൃഷിയാണ്, എന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷിയാണ്. അത്യാവശ്യം സിക്കാരുണ്ട് കേട്ടോ ഈ റൂട്ടിൽ. നമ്മളെ പോണേക്ക് ഒരാളെ കണ്ട. ഹായ് ഭയ്യ, आपका नाम क्या है? नीरज. किधर का है आप? हम इधर उत्तराखंड. अच्छा. किधर जाएगा आप? हम इधर नारंगमता. अच्छा. ओ बढ़िया. ठीक है. ओके. आप कैसे हो बेटा? बढ़िया. ये मेरे को ये उधर से आया ये लैंग्वेज. आप केरला गए थे आप? ना माइग्रेशन है ना. हाँ, माइग्रेशन नवोदय से. अच्छा. वो उधर से इधर आया था, मैं नहीं गया. अच्छा. हाँ, तब और आया. बस यही है. ഓക്കെ. तब मैंने कहा बात कर लूँ. अच्छा. അപ്പോൾ എന്നെ കണ്ടതിന് എന്തായാലും സന്തോഷമായിട്ട്. അപ്പോൾ ഇനി നമ്മൾ വന്ന് ആദ്യം ചേട്ടാന്ന് വിളിച്ചോണ്ടാട്ടോ നമ്മൾ. അത് സന്തോഷമായി കണ്ടതിനൊക്കെ. ഓക്കെ, ठीक है. ഓക്കെ. കാരണം ഇവനെ നമ്മളാ ചേട്ടാന്ന് വിളിച്ച് പുറകിൽ വന്നേട്ടാ പാവം. ഞാനപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് ഇപ്പം വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചേട്ടാ. ഞാൻ ആദ്യം വെച്ച് മലയാളി ആയിക്കോത്. എന്തായാലും എന്നെ കണ്ടതിന് സന്തോഷം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗുരുദ്വാരയുണ്ട്. അപ്പോൾ ഇവനും നമ്മളോട് വേറൊരു പുള്ളിയും പറഞ്ഞു അത് ഗുരുദ്വാരയിൽ താമസിക്കാനുള്ള സൗകര്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗുരുദ്വാരയിൽ താമസിക്കാം. അപ്പോൾ അതാകുമ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വെച്ച്. പക്ഷേ ഇതിങ്ങനെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് വളരെ രീതിയിൽ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അതേ വണ്ടി പോകണ്ട, ആർമിയുടെ വണ്ടിയൊക്കെ ഉണ്ടാവണം. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടോ. അപ്പോൾ അവിടെ അടുത്തൊരു ഗുരുദ്വാര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇവിടെയൊക്കെ സൈക്കിളിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അത്യാവശ്യമുണ്ട്. വന്നവഴിക്ക് 2-3 കടകളുണ്ട് സൈക്കിളിൻ്റെ കേട്ടോ. അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്നാലും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്. അതാണ് നമ്മൾ എവിടെയെങ്കിലും ഇതെല്ലാം വെച്ചിട്ട് പോകാനും പറ്റില്ല. നമുക്ക് വന്നവയ്ക്ക് വേറൊരു പുള്ളീനെ കണ്ടായിരുന്നു. ഇവിടെ കിട്ടിയില്ലെങ്കിൽ പുള്ളീനെ വിളിച്ചാൽ മതി എന്ന് പറയട്ടോ. അല്ലെങ്കിൽ എവിടെയും ടെൻ്റ് അടിക്കുക, അത്രയും ചിക്കനുള്ളൂ. അങ്ങനെ നമ്മൾ ഗുരുദ്വാരയിൽ വന്നേട്ടാ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയതേ. ഇതാണ് കേട്ടോ റൂം. നമ്മുടെ കുഴപ്പമില്ലാത്ത റൂമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ അകത്ത് വെച്ചോളാൻ പറഞ്ഞിട്ടാ. പുറത്ത് വണ്ടിയൊക്കെ പുറത്ത് വെക്കണം, പക്ഷെ നമ്മുടെ സൈക്കിൾ അകത്ത് വെച്ചോളാൻ പറഞ്ഞിട്ടാൽ മതി.
അപ്പോൾ എന്തായാലും കിട്ടിയതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് ഈ ഗുരുദ്വാരകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് താമസം കിട്ടും, അതേപോലെ ഫ്രീ ആയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ നമുക്ക് കിട്ടി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് കാണിച്ചാട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകട്ടെ, ഒന്ന് കുളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം. പിന്നെ അതേപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഏകദേശം ഇരുട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരട്ടെ, നമുക്ക് കിട്ടിയ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ അതാണ്. പിന്നെ അതേപോലെ ഇവിടെ ഒരു ഗ്രൗണ്ട് ആയിട്ടാ, ഇവിടെ പിള്ളേരൊക്കെ കളിക്കാനുണ്ട് അത്യാവശ്യം, ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ കളിക്കാൻ കേട്ടോ. ഇത് ഫുള്ള് ആ ഒരു ഇതൊക്കെ AC ആണെന്ന് തോന്നട്ടോ. ഇവിടെയൊക്കെ നോർമൽ റൂം കാര്യങ്ങൾ, പിന്നെ അപ്പുറത്ത് AC കേട്ടോ. എനിക്ക് തോന്നുന്നു നോർമൽ റൂമിൽ എന്തോ 100 രൂപ എന്തോ ഉള്ളൂ കേട്ടോ, 100 രൂപ ഉള്ളൂ. പിന്നെ അതേപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഇവിടെ ലങ്കറുണ്ട്, 24 hours ലങ്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങാടെയൊക്കെ നമ്മുടെ മറ്റേ റിക്ഷയൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരുപാട് റിക്ഷകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊള്ളാട്ടെ എന്തായാലും. ഇവിടേക്ക് ഫുള്ള് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട്. നമുക്കിതേ റൂം കിട്ടി ഇവിടെ ഉണ്ടോ, ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗുരുദ്വാര ആ കാണാനാണ് ഗുരുദ്വാര. കണ്ടില്ലേ, ഇവിടേക്ക് ഇഷ്ടംമാതിരി ആൾക്കാർ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, 11ാം നമ്പർ റൂമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനപ്പോൾ വണ്ടി ഇവിടെ സൈക്കിൾ ഇവിടെ വെക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അകത്ത് കയറ്റിക്കോളാൻ പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ റൂം കിട്ടിയത് നല്ല കാര്യം കേട്ടാ. പിന്നെന്താണ് ഞാൻ പറയാൻ വന്നത്, വേറെ എന്തോ ഞാൻ പറയാൻ വേണ്ടി വന്നില്ല. പിന്നെ അതേപോലെ തന്നെ വന്നവയ്ക്ക് ഒരു പുള്ളീനെ കണ്ടായിരുന്നു. ആ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് ഗുരുദ്വാരയിൽ റൂം അല്ലെങ്കിൽ താമസ സൗകര്യം കിട്ടിയില്ലെങ്കിൽ നീ എന്നെ വിളിക്ക്, ഞാൻ അവിടെ റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയട്ടാ. അപ്പോൾ എന്തായാലും സന്തോഷം. ഇനിയിപ്പോൾ കുളിച്ച് റെഡിയാകട്ടെ, നമുക്ക് ലങ്കർ കഴിക്കാൻ പോകട്ടാ.